ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയെ നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? ഇന്ന് പലരുടെയും മനസ്സിലുള്ളൊരു ചോദ്യമാണത്. 1990-കളിൽ ഇറങ്ങിയ ടെർമിനേറ്റർ, മെട്രിക്സ് ഒക്കെ പോലെയുള്ള സയൻസ് ഫിക്ഷൻ സിനിമകൾ വഴിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് പൊതുജനം അറിയാനിടയായത്. ആ സിനിമകളിലൊക്കെ മനുഷ്യരാശിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന പ്രധാന വില്ലനായിട്ടാണ് AI ചിത്രീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, സ്റ്റീഫൻ ഹോക്കിംഗ് അടക്കമുള്ള പല പ്രമുഖ വ്യക്തികളും AI മനുഷ്യരാശിക്കെതിരെ തിരിയാനുള്ള സാധ്യതകളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരു ചെറിയ ആശങ്ക മനസ്സിലുണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. ഈ പറഞ്ഞ സയൻസ് ഫിക്ഷൻ സിനിമകൾ വന്നുപോയ ശേഷം ഒരു 20 വർഷത്തേക്ക് നമുക്ക് ആശങ്കപ്പെടാൻ മാത്രമുള്ള ഒരു പുരോഗതി AI മേഖലയിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാര്യം അങ്ങനെയല്ല. AI ക്യാമറ, അലക്സ, സിരി, ChatGPT, ഗൂഗിൾ ബാർഡ് തുടങ്ങി പല തരത്തിൽ AI ഇന്ന് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത് തന്നെ യൂട്യൂബിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. യൂട്യൂബ് മാത്രമല്ല, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഒക്കെ പോലെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിങ്ങൾ എന്ത് കാണണമെന്ന് തീരുമാനിക്കുന്നത് AI ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭയപ്പെടുത്തുന്ന ഉപയോഗമാണ് ഡീപ്പ് ഫേക്ക് വീഡിയോകളിൽ നമ്മൾ കണ്ടത്. പല വിദേശ രാജ്യങ്ങളിലും ഇന്ന് ബാങ്ക് ലോൺ അപ്രൂവ് ചെയ്യുന്നതും ഇൻഷുറൻസ് പ്രീമിയം കണക്കാക്കുന്നതും ഷെയർ മാർക്കറ്റ് ട്രേഡ് നടത്തുന്നതും ഒക്കെ AI ഉപയോഗിച്ചാണ്. മെഡിക്കൽ ഫീൽഡിൽ രോഗനിർണയം നടത്താൻ വരെ ഇന്ന് AI ഉപയോഗിക്കുന്നുണ്ട്. അതായത് വളരെ കണിശമായ തീരുമാനങ്ങൾ എടുക്കേണ്ട പല സ്ഥലങ്ങളിലും ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുന്നുണ്ട്. എന്നിട്ടും സിനിമകളിൽ പറഞ്ഞ പോലെയുള്ള ഒരു വില്ലൻ സ്വഭാവം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനുള്ളതായിട്ട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും തോന്നുന്ന ഒരു സംശയമാണ്, സിനിമയിൽ കാണിച്ച AI-യും നമ്മൾ ഇന്ന് കാണുന്ന AI-യും തമ്മിൽ വ്യത്യാസമുണ്ടോ? സത്യത്തിൽ എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്? അത് എങ്ങനെ പ്രവർത്തിക്കുന്നു? എത്ര തരം AI ഉണ്ട്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നെങ്കിലും ഒരു വില്ലനായി മാറുമോ? നമുക്ക് ഈ വീഡിയോ വഴി ഒന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അലക്സ, സിരി, ഗൂഗിൾ അസിസ്റ്റൻ്റ് ഒക്കെ പോലെയുള്ള AI ബേസ്ഡ് പേഴ്സണൽ അസിസ്റ്റൻസ് കുറച്ച് നാളായിട്ട് നമ്മുടെ കൂടെ ഉണ്ട്. എങ്കിലും ChatGPTയുടെ വരവോടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്തുമാത്രം വളർന്നുവെന്ന് പലരും മനസ്സിലാക്കിയത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ തന്നെ കേൾക്കാനും ഒരു മനുഷ്യൻ തരുന്ന പോലെയുള്ള മറുപടികൾ തരാനും ChatGPTക്ക് കഴിയും. അതുകൊണ്ട് തന്നെ കോൺഷ്യസ്നെസ് അഥവാ സ്വബോധമുള്ളൊരു വസ്തുവാണ് ChatGPT എന്ന് നമ്മൾ അറിയാതെ തന്നെ വിശ്വസിച്ചു പോകും. പക്ഷെ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, മനുഷ്യൻ പ്രതികരിക്കുന്ന അതേ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ പ്രത്യേകം പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് ChatGPT. അല്ലാതെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ മനസ്സിലാക്കാൻ ChatGPTക്ക് കഴിയില്ല. ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ചെറുതായിട്ടെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കണം. സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് AI-നെ കുറിച്ച് നല്ലപോലെ അറിയുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്യാം. പുതിയ കാര്യങ്ങൾ സ്വയമായിട്ട് പഠിക്കാനും യുക്തി ഉപയോഗിച്ച് തീരുമാനങ്ങൾ എടുക്കാനും പ്രോബ്ലംസ് സോൾവ് ചെയ്യാനും ഒക്കെയുള്ള മനുഷ്യൻ്റെ കഴിവിനെയാണ് ഇൻ്റലിജൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കഴിവ് ഒരു യന്ത്രത്തിന് അഥവാ ഒരു കമ്പ്യൂട്ടറിന് കൈവരുമ്പോഴാണ് അതിനെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബേസിക് ഡെഫിനിഷൻ. പക്ഷേ ഈ ഒരു ഡെഫിനിഷനിൽ നിന്നും നമുക്ക് കാര്യങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് വ്യക്തമാവില്ല. കാരണം മനുഷ്യനേക്കാൾ വേഗത്തിൽ കണക്കുകൾ ചെയ്യാനുള്ള കഴിവ് കമ്പ്യൂട്ടറുകൾക്ക് പണ്ടേ ഉണ്ട് എന്ന് നമുക്കറിയാം. അതായത് 1230 × 2480 എന്നൊരു കണക്ക് തന്നാൽ മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ 1000 ഇരട്ടി സ്പീഡിൽ കമ്പ്യൂട്ടറുകൾക്ക് അത് ചെയ്യാൻ കഴിയും. ഇത്തരം ലക്ഷക്കണക്കിന് കാൽക്കുലേഷൻസ് ഓരോ സെക്കൻഡിലും ചെയ്യാൻ കമ്പ്യൂട്ടറിന് കഴിയും. അതുകൊണ്ട് ഇത്തരം പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന കാര്യത്തിൽ കമ്പ്യൂട്ടറുകൾ എന്തുകൊണ്ടും മനുഷ്യനേക്കാൾ മുന്നിൽ തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇത്തരം കണക്കുകളൊക്കെ കമ്പ്യൂട്ടർ ചെയ്യുന്നത് നേരത്തെ കൂട്ടി കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ്. ഇത്തരം നിർദ്ദേശങ്ങളെയാണ് പ്രോഗ്രാം എന്ന് വിളിക്കുന്നത്. അത്തരം പ്രോഗ്രാം വഴി കമ്പ്യൂട്ടറിന് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ അതേപടി നിർവഹിക്കാൻ മാത്രമേ സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് കഴിയൂ. ആ നിർദ്ദേശങ്ങളിൽ നിന്നും ഒരു ചെറിയ വ്യത്യാസമുള്ള പുതിയ കാര്യം വന്നാൽ പോലും സാധാരണ കമ്പ്യൂട്ടറുകൾക്ക് അത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പറഞ്ഞു കൊടുത്ത നിർദ്ദേശങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ പഠിപ്പിക്കാത്ത ഒരു പുതിയ കാര്യം സ്വന്തമായിട്ട് കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയുമ്പോഴാണ് കമ്പ്യൂട്ടറിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് പക്ഷികളെ വേർതിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരു പ്രോഗ്രാം ഉണ്ടാക്കി കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക.
എന്നിട്ട് കാക്ക, പരുന്ത്, കുരുവി, തത്ത എന്നിങ്ങനെ ഒരു 10 വ്യത്യസ്ത പക്ഷികളുടെ ചിത്രങ്ങൾ കമ്പ്യൂട്ടറിനെ കാണിക്കുന്നു. എന്നിട്ട് അതൊക്കെ പക്ഷികളാണെന്ന് കമ്പ്യൂട്ടറിനോട് പറഞ്ഞു കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതുവരെ കാണിക്കാത്ത ഒരു പുതിയ പക്ഷിയുടെ ചിത്രം കമ്പ്യൂട്ടറിന് കാണിച്ചു കൊടുക്കുന്നു. അത് പക്ഷി തന്നെയാണ് എന്ന് കമ്പ്യൂട്ടറിന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതൊരു തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെന്ന് പറയാം. അതായത് നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത 10 പക്ഷികളിൽ നിന്നും വ്യത്യസ്തമായ ഒരു പുതിയ പക്ഷിയെ കാണിച്ചാൽ അത് പക്ഷി തന്നെയാണ് എന്ന് കമ്പ്യൂട്ടറിന് സ്വയമായിട്ട് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലക്ഷണം. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞതിനേക്കാളൊക്കെ കുറേ കൂടി കോംപ്ലിക്കേറ്റഡും പവർഫുള്ളുമായ കാര്യങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്ന് ചെയ്യുന്നത്. എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഒരു സിമ്പിൾ എക്സാമ്പിൾ ഉണ്ടാക്കി പറഞ്ഞേ ഉള്ളൂ. ഇനി നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഒരു പക്ഷിയെ മറ്റു വസ്തുക്കളിൽ നിന്നും വേർതിരിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പ്രോഗ്രാമിൽ ആദ്യമേ പറഞ്ഞു വെക്കുന്നു. അതായത് പക്ഷികൾക്ക് 2 കാലേ ഉണ്ടാവും, പക്ഷികൾക്ക് ചിറകുണ്ടാവും, തൂവലുണ്ടാവും, കൊക്കുണ്ടാവും. അങ്ങനെ പക്ഷികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് ഈ ഓരോ പ്രത്യേകതയ്ക്കും ഒരു വെയിറ്റേജ് കൊടുക്കുന്നു. അതായത് 2 കാലേ ഉള്ളൂ എന്ന ഫീച്ചറിന് 20% വെയിറ്റേജ്, ചിറകിന് 30% വെയിറ്റേജ്, തൂവലിന് 30% വെയിറ്റേജ്, കൊക്കിന് 20% വെയിറ്റേജ്, അങ്ങനെ ടോട്ടൽ 100%. നമ്മളൊരു കാക്കയുടെ കാര്യം എടുത്താൽ അതിന് എല്ലാ ഫീച്ചേഴ്സും ഒരുമിച്ചുണ്ട്. അപ്പോൾ അത് 100% പക്ഷി തന്നെയാണ് എന്ന് കമ്പ്യൂട്ടർ തീരുമാനിക്കും. അങ്ങനെ ഇരിക്കെ നമ്മളൊരു പെൻഗ്വിൻ്റെ ചിത്രം കാണിച്ചു എന്നിരിക്കട്ടെ, അതിന് ചിറകുമില്ല, തൂവലുമില്ല. അപ്പോൾ കണക്കനുസരിച്ച് 40% അത് പക്ഷിയാവാനുള്ള സാധ്യതയുള്ളൂ. അതുകൊണ്ട് അത് പക്ഷിയല്ല എന്ന് കമ്പ്യൂട്ടർ പറയും. എന്നാൽ അവിടെ തെറ്റി, പെൻഗ്വിൻ ശരിക്കും ഒരു പക്ഷി തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ കമ്പ്യൂട്ടറിന് തെറ്റുപറ്റിയെന്ന് നമ്മൾ കമ്പ്യൂട്ടറിനെ അറിയിക്കും. തെറ്റുപറ്റിയെന്ന് അറിയുമ്പോൾ തൂവലിനും ചിറകിനും കൊടുത്ത വെയിറ്റേജ് കമ്പ്യൂട്ടർ താനെ കുറയ്ക്കും. എന്നിട്ട് കൊക്കിൻ്റെയും 2 കാല് എന്ന ഫീച്ചറിൻ്റെയും വെയിറ്റേജ് കൂട്ടും. മാത്രമല്ല പക്ഷിയാവാൻ 100% വെയിറ്റേജ് തന്നെ കിട്ടണമെന്നില്ല. ഒരു 80% പോയിന്റ് കിട്ടിയാലും അത് പക്ഷി തന്നെയായിരിക്കും എന്നൊരു രീതിയിലേക്ക് പ്രോഗ്രാം മാറ്റും. പ്രോഗ്രാമിലെ വെയിറ്റേജുകളിൽ ഇത്തരം മാറ്റങ്ങൾ വരുത്താൻ കമ്പ്യൂട്ടറിന് തന്നെ കഴിയത്തക്ക രീതിയിലാണ് ആ പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഓരോ പക്ഷികളെയായിട്ട് കമ്പ്യൂട്ടറിനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് കമ്പ്യൂട്ടറിന് തെറ്റുപറ്റുമ്പോൾ തെറ്റുപറ്റിയെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതനുസരിച്ച് കമ്പ്യൂട്ടർ സ്വയം പ്രോഗ്രാമിൻ്റെ വെയിറ്റേജിൽ മാറ്റങ്ങൾ വരുത്തും. അങ്ങനെ ഒരുപാട് പക്ഷികളുടെ ചിത്രം കണ്ടു കഴിയുമ്പോൾ പിന്നെ ഏത് പക്ഷിയെ കണ്ടാലും കൃത്യമായിട്ട് പക്ഷി തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ആ പ്രോഗ്രാമിന് കൈവരും. ഇതാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാമിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു രീതി. ശരിക്കും ഈ പറഞ്ഞതിനേക്കാളൊക്കെ ഒരുപാട് കോംപ്ലക്സ് ആണ് ഒരു AI-യുടെ പ്രവർത്തനം. ഒരുപാട് വ്യത്യസ്ത പാരാമീറ്ററുകളും വെയിറ്റേജുകളും പല സ്റ്റേജുകളായിട്ട് ഉപയോഗിച്ചാണ് ഇത്തരം സോഫ്റ്റ്വെയറുകൾ ഫൈനൽ റിസൾട്ടിലെത്തുന്നത്. ഈ ഒരു പ്രക്രിയയെ ഇത്ര സിമ്പിളായ രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ കാരണം 3 പ്രധാന കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മൾ ഈ കണ്ട എക്സാമ്പിളിൽ ഒരു പക്ഷി ശരിക്കും എന്താണെന്ന് ഒരു AI മനസ്സിലാക്കുന്നേ ഇല്ല. മനസ്സ് എന്നൊരു കോൺസെപ്റ്റ് തന്നെ വളരെ വേഗമായിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. എന്നിരുന്നാലും ഒരു പക്ഷി എന്താണെന്ന് ഒരു മനുഷ്യൻ മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു AI ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പക്ഷി എന്നത് വെയിറ്റേജിൻ്റെ രൂപത്തിലുള്ള കുറേ നമ്പറുകൾ മാത്രമാണ്. 2, ഒരു AI-നെ ട്രെയിൻ ചെയ്യാൻ ഒരുപാട് ഡേറ്റ വേണം. ഇപ്പം ഈ പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ആയിരക്കണക്കിന് പക്ഷികളുടെ ഇമേജ് കാണിച്ചു കൊടുത്തുകൊണ്ട് വേണം ഒരു പക്ഷി എങ്ങനെ ഇരിക്കുന്നുവെന്ന് AI-നെ പഠിപ്പിക്കാൻ. മാത്രമല്ല ഓരോ തവണയും അതിന് തെറ്റുപറ്റുമ്പോൾ തെറ്റിയെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ ഇരിക്കുക കൂടെ വേണം. 3, ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു ചിത്രം കാണിച്ചാൽ അത് പക്ഷിയാണോ അല്ലയോ എന്ന് മാത്രം പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുള്ളൂ. അത് ഏത് പക്ഷിയാണ് എന്ന് കൂടെ പറയണമെന്നുണ്ടെങ്കിൽ പ്രോഗ്രാം വേറെ എഴുതണം, എന്നിട്ട് ട്രെയിനിങ് വേറെ കൊടുക്കണം. ഇനി പക്ഷി അല്ലെങ്കിൽ പിന്നെ അതൊരു മൃഗമാണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ട്രെയിനിങ് വേറെ കൊടുക്കണം. അതായത് ഓരോ AIക്കും അതിനെ ട്രെയിൻ ചെയ്ത ജോലി മാത്രമേ ചെയ്യാൻ കഴിയൂ. പുതിയൊരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും വേറെ ട്രെയിനിങ് ചെയ്യണം. ചുരുക്കി പറഞ്ഞാൽ ഓരോ പ്രത്യേകതരം കാര്യം നിറവേറ്റാനും പ്രത്യേകം ട്രെയിൻ ചെയ്ത ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേണം. അല്ലാതെ ഇൻ്റലിജൻസ് ഉണ്ടെന്ന് കരുതി എല്ലാതരം കാര്യങ്ങളും ഒരുപോലെ നിറവേറ്റാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കഴിയില്ല. ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടാണ് AI-യെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സിനിമകൾ വന്നുപോയ ശേഷം ശരിക്കുള്ള AI ഡെവലപ്പ് ചെയ്ത് വരാൻ ഇത്രയും സമയമെടുത്തത്. ഇന്ന് നമ്മൾ കാണുന്ന AI മേഖലയുടെ വളർച്ചയ്ക്ക് പ്രധാന കാരണമായത് 2 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തേതാണ് കമ്പ്യൂട്ടറുകളുടെ സ്പീഡ്.
90കളിൽ ഉണ്ടായിരുന്ന കമ്പ്യൂട്ടറുകൾക്ക് ഒരു AI പ്രോഗ്രാം റൺ ചെയ്യാൻ വേണ്ട കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ കമ്പ്യൂട്ടറുകളുടെ കാൽക്കുലേഷൻ പവർ വർദ്ധിച്ചത് 10,000 മടങ്ങാണ്. ഈ അത്ഭുതകരമായ പുരോഗതിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെയുള്ള കോംപ്ലിക്കേറ്റഡ് പ്രോഗ്രാമുകൾ റൺ ചെയ്യാൻ കമ്പ്യൂട്ടറുകളെ പ്രാപ്തമാക്കിയത്. ഇന്നത്തെ AIയുടെ വളർച്ചയ്ക്ക് കാരണമായ രണ്ടാമത്തെ ഘടകം സോഷ്യൽ മീഡിയയുടെ വരവാണ്. നമ്മൾ ഫേസ്ബുക്കിൽ ഒരു നായയുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് അതിനെ ഡോഗ് എന്ന് ടാഗ് ചെയ്യുമ്പോൾ സത്യത്തിൽ ഫേസ്ബുക്കിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ഒരു ഡോഗ് എന്താണെന്ന് ട്രെയിൻ ചെയ്യാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയുടെ പ്രചാരം കൂടിയപ്പോഴാണ് AIനെ ട്രെയിൻ ചെയ്യാൻ ആവശ്യമായ വലിയ അളവിലുള്ള ഡാറ്റ അവൈലബിൾ ആയി തുടങ്ങിയത്. ഇന്ന് ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് കോടിക്കണക്കിന് ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുന്നത്. അതിൽ പല ഫോട്ടോസും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന പബ്ലിക് മെസ്സേജുകളും കമൻറ്റുകളും ഒക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നാച്ചുറൽ ലാംഗ്വേജ് അഥവാ മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷ എന്ന് എടുത്തു പറയാൻ കാരണം അച്ചടി ഭാഷയിൽ നിന്നും ഡിക്ഷണറിയിലുള്ള വാക്കുകളിൽ നിന്നുമൊക്കെ എപ്പോഴും വ്യത്യസ്തമായിരിക്കും മനുഷ്യർ ഉപയോഗിക്കുന്ന സംസാര ഭാഷ. ഇന്ന് ആ സംസാര ഭാഷ ഉപയോഗിച്ചാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഈ ഒരു അവസ്ഥ വരാൻ ഒരു കാരണം സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന ഭാഷയിൽ നിന്നും AIക്ക് കിട്ടിയ ട്രെയിനിങ് ആണ്. ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്കിപ്പോൾ കിട്ടിക്കാണും. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ചിത്രങ്ങളും മെസ്സേജുകളും ഒക്കെ വെച്ച് ഒരു AIനെ ട്രെയിൻ ചെയ്യുമ്പോൾ തീർച്ചയായും അതൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കില്ല. ആ ട്രെയിനിങ് ചെയ്യുന്നതും മിക്കവാറും മറ്റൊരു AI സോഫ്റ്റ്വെയർ തന്നെയായിരിക്കും. അങ്ങനെ വരുമ്പോൾ ട്രെയിനിങ് കഴിഞ്ഞ് ഉപയോഗത്തിന് വേണ്ടി പുറത്തിറങ്ങുന്ന AI സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് ശരിക്കും എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ ചെറിയൊരു ധാരണയെ അതുണ്ടാക്കിയ ആളുകൾക്ക് പോലും ഉണ്ടാവും. ട്രെയിനിങ്ങിനിടയ്ക്ക് ആ പ്രോഗ്രാമിന് അത്രയ്ക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്തരമൊരു AI ഒരു മിസ്റ്റേക്ക് ചെയ്താൽ എവിടെയാണ് തെറ്റിയത് എന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയില്ല. ഇത് ഇന്നത്തെ പല AI സോഫ്റ്റ്വെയറുകളുടെയും ഒരു പ്രധാന പോരായ്മയാണ്. ഇതുകൊണ്ട് പലപ്പോഴും പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരിക്കൽ ചിത്രങ്ങൾ നോക്കി മൃഗങ്ങളെ തിരിച്ചറിയുന്ന ഒരു AI സോഫ്റ്റ്വെയർ നായയുടെ ചില ചിത്രങ്ങളെ ചെന്നായ എന്ന് തരംതിരിക്കാൻ തുടങ്ങി. പലതവണ ഇങ്ങനെ സംഭവിച്ചു. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ ആദ്യമൊന്നും സാധിച്ചില്ല. ഒടുവിൽ ഒരുപാട് അന്വേഷിച്ചപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ആ AIനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിച്ച ചിത്രങ്ങളിൽ ചെന്നായയുടെ ചിത്രങ്ങളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഐസ് ഉണ്ടായിരുന്നു. അതേ രീതിയിൽ ഐസുള്ള നായകളുടെ ചിത്രം കാണുമ്പോഴാണ് അത് ചെന്നായയുടെ ചിത്രമാണെന്ന് തരംതിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ചെന്നായയുടെ ചിത്രത്തിൽ കാണുന്ന ഐസിനാണ് സോഫ്റ്റ്വെയർ വെയിറ്റേജ് കൂടുതൽ കൊടുത്തത് എന്നർത്ഥം. ട്രെയിനിങ് കഴിയുമ്പോൾ AI സോഫ്റ്റ്വെയറിൻ്റെ ആന്തരികമായ പ്രവർത്തനത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ നഷ്ടപ്പെടുന്നതാണ് ഇത്തരം മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ട്രാൻസ്പെറൻറ്റ് AI എന്നൊരു പുതിയ ആശയം ഈ രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായും പ്രാബല്യത്തിൽ വന്നിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, ഒരു AIനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റ തികച്ചും കുറ്റമറ്റതോ നിഷ്പക്ഷവുമായ ഡാറ്റ ആയിരിക്കണം. അല്ലെങ്കിൽ ആ ഡാറ്റയിലുള്ള ചില പോരായ്മകൾ AI സോഫ്റ്റ്വെയറിൻ്റെ പ്രവർത്തനത്തെ തന്നെ ബാധിക്കും. ഒരിക്കൽ ഒരു ജോലിക്ക് വേണ്ടി വന്ന ആപ്ലിക്കേഷനുകളിൽ നിന്നും ഇൻ്റർവ്യൂവിനുള്ള കാൻഡിഡേറ്റിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന ജോലി ഒരു AIനെ ഏൽപ്പിച്ചു. ആ സോഫ്റ്റ്വെയർ തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ്സ് മുഴുവനും ആണുങ്ങളായിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ആ AIനെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കൊടുത്ത ഡാറ്റ കൂടുതലും ആണുങ്ങളുടേതായിരുന്നു. കാരണം കുറച്ചു കാലം മുമ്പ് വരെ ആ ജോലിക്ക് ആണുങ്ങളെയാണ് കമ്പനി പ്രിഫർ ചെയ്തിരുന്നത്. ആ ഒരു ബയസിങ് അല്ലെങ്കിൽ പക്ഷപാതപരമായ സമീപനം ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും കടന്നുകൂടി. അതുകൊണ്ട് AIനെ ട്രെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡാറ്റ എപ്പോഴും അൺബയസ്ഡ് ആയിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ബയസിങ് AIക്കും കിട്ടും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, AI ഒരു മിസ്റ്റേക്ക് ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്കാണ് ചെയ്യുന്നത് എന്ന് അതിന് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം മനസ്സിലാകുക എന്നൊരു കോൺസെപ്റ്റ് അതിനില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ വേണം ശ്രദ്ധിക്കാൻ. ഇനി ഏതൊക്കെ വ്യത്യസ്ത ജോലികൾ ചെയ്യാൻ ഏതൊക്കെ തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ഇന്ന് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ടൈപ്പാണ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് അഥവാ NLP. മനുഷ്യർ സംസാരിക്കുന്ന രീതിയിലുള്ള ഭാഷ മനസ്സിലാക്കാനും അതേ രീതിയിൽ തന്നെ മറുപടി നൽകാനും കഴിയുന്ന AI ആണ് NLP. അലക്സ, സിരി, ഗൂഗിൾ അസിസ്റ്റന്റ് എന്നിവയൊക്കെയാണ് നമുക്ക് പരിചയമുള്ള നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിംഗ് AI. ഇവ കൂടാതെ NLP ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ വേറെയും ഒരുപാടുണ്ട്. രണ്ടാമത്തെ തരം AI ആണ് ജനറേറ്റീവ് AI.
ഇതുവരെ ഇല്ലാത്ത പുതിയ കാര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന AI ആണ് ജനറേറ്റീവ് AI. അതായത് ആയിരക്കണക്കിന് നോവലുകൾ വായിച്ച ശേഷം ഒരു പുതിയ നോവൽ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് ഉണ്ടാക്കാൻ കഴിയുന്ന AI. ആയിരക്കണക്കിന് മനുഷ്യരുടെ ചിത്രങ്ങൾ കണ്ട ശേഷം ഒരു പുതിയ മനുഷ്യന്റെ ചിത്രം ഉണ്ടാക്കാൻ പറഞ്ഞാൽ അതുണ്ടാക്കാൻ കഴിയുന്ന AI. അതാണ് ജനറേറ്റീവ് AI. ChatGPTയും ഗൂഗിൾ ബാർഡും ഒക്കെയാണ് നമുക്ക് പരിചയമുള്ള ജനറേറ്റീവ് AI. ശരിക്കും പറഞ്ഞാൽ ChatGPT പോലുള്ള AI സോഫ്റ്റ്വെയറുകൾ നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങും ജനറേറ്റീവ് AIയും ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. ഇവ ശരിക്കും ജനറേറ്റീവ് ടെക്സ്റ്റ് AI ആണ്. അതായത് പഠിച്ച ടെക്സ്റ്റ് കണ്ടന്റിൽ നിന്നും പുതിയ ടെക്സ്റ്റ് കണ്ടന്റ് ആണ് ഇവ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ട്രെയിൻ ചെയ്ത ചിത്രങ്ങളിൽ നിന്നും പുതിയ ചിത്രങ്ങൾ ഉണ്ടാക്കുന്ന ജനറേറ്റീവ് AI ഉണ്ട്. ഇതിന് ഉദാഹരണമാണ് ഡാലി എന്ന സോഫ്റ്റ്വെയർ. പണ്ട് കാലത്തെ പ്രസിദ്ധമായ ചിത്രകാരന്മാർ ഇന്ന് കാലത്തെ ഏതെങ്കിലും ഒരു ചിത്രം വരച്ചാൽ അത് എങ്ങനെ ഇരിക്കുമെന്ന് ഇത്തരം AIയോട് ചോദിച്ചാൽ AI അത് കാണിച്ചു തരും. മറ്റൊരു ടൈപ്പ് AI ആണ് കമ്പ്യൂട്ടർ വിഷൻ. ഇമേജ് ആൻഡ് ഫേസ് റെക്കഗ്നിഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇത്തരം AI ആണ്. AI ക്യാമറയൊക്കെ ഈ ഗണത്തിൽ പെടും. ഇതുപോലെ റോബോട്ടിക് AI, സ്പീച്ച് റെക്കഗ്നിഷൻ AI, എക്സ്പ്ലെയിനബിൾ AI, പ്ലാനിംഗ് ആൻഡ് ഷെഡ്യൂളിംഗ് AI എന്നിങ്ങനെ പലതരം ഫംഗ്ഷനുകൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇന്നുണ്ട്. ഇതുകൂടാതെ ചില അവസരങ്ങളിൽ രണ്ട് വ്യത്യസ്ത തരം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സോഫ്റ്റ്വെയറുകൾ ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം വരും. ഇപ്പോൾ ഉദാഹരണത്തിന് ഈയിടെയായിട്ട് പുറത്തിറങ്ങിയ ചില ഡീപ്പ് ഫേക്ക് വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും. ചില ഇംഗ്ലീഷ് സിനിമകളുടെ സീനുകളിൽ മലയാളം നടന്മാർ അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും എന്നാണ് ഈ വീഡിയോകളിൽ കണ്ടത്. ഇത് സാധ്യമാകുന്നത് രണ്ട് AI സോഫ്റ്റ്വെയറുകൾ ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ്. ഇതിൽ ആദ്യത്തെ AI സോഫ്റ്റ്വെയർ മുഖം മാറ്റിവെക്കാൻ പ്രത്യേകം ട്രെയിൻഡ് ആണ്. അങ്ങനെ മുഖം മാറ്റിവെച്ച വീഡിയോകളിൽ നമ്മൾ സൂക്ഷിച്ചു നോക്കിയാൽ എന്തെങ്കിലും ഒരു കൃത്രിമത്വം അല്ലെങ്കിൽ കൃത്യത കുറവ് കണ്ടെത്താൻ കഴിയും. ഇതുവഴിയാണ് അത് ഫേക്ക് വീഡിയോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഇത്തരം ഫേക്ക് വീഡിയോകളിൽ എന്തെങ്കിലും കൃത്രിമത്വം കണ്ടെത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കലാണ് രണ്ടാമത്തെ സോഫ്റ്റ്വെയറിന്റെ ജോലി. അങ്ങനെ തെറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ ആദ്യത്തെ സോഫ്റ്റ്വെയർ ആ തെറ്റുകൾ കറക്റ്റ് ചെയ്ത് വീണ്ടും പുതിയ കൃത്യതയാർന്ന വീഡിയോ ഉണ്ടാക്കും. ആ വീഡിയോയിലും എന്തെങ്കിലും തെറ്റുകൾ കണ്ടെത്താൻ കഴിയുമോ എന്ന് രണ്ടാമത്തെ സോഫ്റ്റ്വെയർ നോക്കും. ഈ ഒരു പ്രോസസ്സ് പല തവണ നടക്കും. അങ്ങനെ ഈ രണ്ട് സോഫ്റ്റ്വെയറുകൾ തമ്മിലുള്ള മത്സരം കഴിയുമ്പോൾ ഒരു കൃത്രിമത്വവും കണ്ടെത്താൻ കഴിയാത്ത ഒരു ഡീപ്പ് ഫേക്ക് വീഡിയോ നമുക്ക് കിട്ടും. നമ്മൾ ഇതുവരെ കണ്ട ഡീപ്പ് ഫേക്ക് വീഡിയോകളൊന്നും അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല. കൂടുതൽ കൃത്യതയാർന്ന വീഡിയോകൾ ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന സോഫ്റ്റ്വെയറുകൾ ഇന്നുണ്ട്. ഇത്തരം വീഡിയോകൾ ഫ്രോഡ് കാണിക്കാനും വേറെ മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനും സാധ്യതയുണ്ട് എന്നത് ഒരു പേടിപ്പിക്കുന്ന സത്യമാണ്. നമ്മൾ ഇപ്പോൾ കണ്ട ചെയ്യുന്ന ജോലിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തരംതിരിവ് കൂടാതെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ശക്തി അല്ലെങ്കിൽ കഴിവിനെ ബേസ് ചെയ്തുകൊണ്ട് മറ്റൊരു ക്ലാസിഫിക്കേഷൻ കൂടെയുണ്ട്. അതാണ് വീക്ക് AI, സ്ട്രോങ് AI, സൂപ്പർ AI. അവിടെയാണ് നമ്മൾ ഭയക്കുന്ന മനുഷ്യരാശിക്കെതിരെ തിരിയാൻ സാധ്യതയുള്ള AI വരുന്നത്. നമ്മൾ ഇത്ര നേരം കണ്ടത് ഏതെങ്കിലും ഒരു ജോലി ചെയ്യാൻ മാത്രം കഴിയുന്ന AI സോഫ്റ്റ്വെയറുകളെയാണ്. ഇത്തരം AIനെ വീക്ക് AI അല്ലെങ്കിൽ നേരോ AI എന്നാണ് വിളിക്കുക. ഇന്നുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മുഴുവനും ഈ ഒരു കാറ്റഗറിയിൽ പെടുന്നവയാണ്. നമ്മൾ മനുഷ്യർക്കുള്ളത് ജനറൽ ഇൻ്റലിജൻസ് ആണ്. അതായത് ഒരുപാട് വ്യത്യസ്ത കാര്യങ്ങൾ പഠിക്കാനും അതിലൊക്കെ യുക്തിപരമായ തീരുമാനങ്ങൾ എടുക്കാനും പലതരം പ്രോബ്ലംസ് സോൾവ് ചെയ്യാനുമുള്ള കഴിവ് നമുക്കുണ്ട്. അത്തരം കഴിവുകൾ ഒരു കമ്പ്യൂട്ടറിന് കൈവരുമ്പോൾ അതിനെ ജനറൽ AI അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് വിളിക്കും. ഇതിനെ സ്ട്രോങ് ഇൻ്റലിജൻസ് എന്നും വിളിക്കാറുണ്ട്. ജനറൽ AI എന്നത് ഒരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് മാത്രമാണ്. അത്തരം ഒരു AI ഇന്ന് നിലവിൽ വന്നിട്ടില്ല. അത് ഡെവലപ്പ് ചെയ്ത് വരാൻ എത്ര വർഷമെടുക്കുമെന്നുള്ള കാര്യത്തിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ കരുതുന്നത് ചുരുങ്ങിയത് 20 വർഷമെങ്കിലും എടുക്കും ഇത്തരം ഒരു AI ഡെവലപ്പ് ചെയ്ത് വരാൻ എന്നാണ്. ചുരുങ്ങിയത് 50 വർഷമെങ്കിലും എടുക്കും എന്നാണ് മറ്റു ചിലരുടെ അഭിപ്രായം. ജനറൽ AIനേക്കാൾ കൂടുതൽ പവർഫുള്ളായ മറ്റൊരു AI കാറ്റഗറി കൂടിയുണ്ട്. അതാണ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ്. അതായത് എല്ലാ കാര്യത്തിലും മനുഷ്യനേക്കാൾ ഇൻ്റലിജൻ്റ് ആയ ഒരു AI. അത്തരമൊരു AI ഇന്ന് വെറും സങ്കല്പം മാത്രമാണ് എന്ന് കരുതി ഭാവിയിൽ അത് വന്നുകൂടാ എന്നില്ല. പക്ഷേ അതിനും എത്ര നാളുകൾ എടുക്കും എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല. ഈ നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ തന്നെ അത് സംഭവിക്കും എന്ന് കരുതുന്നവരുണ്ട്. ഇത്തരം ഒരു AI വന്നു കഴിഞ്ഞാലുള്ള പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവയ്ക്ക് മനുഷ്യനുണ്ടാക്കുന്നതിനേക്കാൾ നല്ല AI സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ ഉണ്ടാകുന്ന പുതിയ AIക്ക് അതിനേക്കാളും നല്ല AIനെ ഉണ്ടാക്കാൻ കഴിയും.
അങ്ങനെ പോയാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിന്നീടുള്ള വളർച്ച ജോമെട്രിക് പ്രോഗ്രഷനിലായിരിക്കും. ഇത്തരമൊരു സാഹചര്യത്തെയാണ് ടെക്നോളജിക്കൽ സിംഗുലാരിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ആണ് മനുഷ്യരാശിക്കെതിരെ തിരിയും എന്ന് സിനിമകളിൽ കാണിക്കുന്നത്. സിനിമകൾ മാത്രമല്ല, പല പ്രമുഖ വ്യക്തികളും ഇതേ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. പ്രമുഖ സയൻറ്റിസ്റ്റായ സ്റ്റീഫൻ ഹോക്കിങ്ങും ടെസ്ല കമ്പനിയുടെ CEO ആയ ഇലോൺ മസ്കും ഒക്കെ ഇതേ അഭിപ്രായക്കാരാണ്. പക്ഷേ അത്തരമൊരു സാഹചര്യം വരാൻ ഇടയില്ല എന്ന് കരുതുന്നവരും ഒരുപാടുണ്ട്. കാരണം ഇന്നത്തെ AI-ക്ക് കോൺഷ്യസ്നെസ് അഥവാ സ്വബോധം എന്നൊരു സംഭവമില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പക്ഷി എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതെയാണ് ഇന്ന് AI പക്ഷികളെ കണ്ട് തരംതിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വയം താൻ ആരാണെന്ന ബോധവും AI-ക്കില്ല. വെറും നമ്പറുകളും കണക്കുകളും ഉപയോഗിച്ചാണ് അത് പ്രവർത്തിക്കുന്നത്. മനുഷ്യൻ്റെ തന്നെ കോൺഷ്യസ്നെസ് അഥവാ സ്വബോധം എന്നത് ശരിക്കും എന്താണ് എന്നോ അത്തരമൊരു ഫീലിംഗ് എങ്ങനെ ഉണ്ടാകുന്നു എന്നോ വ്യക്തമായിട്ട് ഇന്നും അറിയില്ല. അതുകൊണ്ട് കോൺഷ്യസ്നെസ് അല്ലെങ്കിൽ സെൽഫ് അവെയർനെസ് ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ ആരെങ്കിലും ഉണ്ടാക്കാനുള്ള സാധ്യതയും തൽക്കാലം ഇല്ല. പിന്നെ അധികാരം പിടിച്ചെടുക്കുക, മറ്റുള്ളവരെ നശിപ്പിക്കുക എന്നുള്ളതൊക്കെ മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതയാണ്. മനുഷ്യനേക്കാൾ ഇൻ്റലിജൻ്റ് ആയാൽ പോലും ഒരു AI മനുഷ്യനെ നശിപ്പിച്ചുകൊള്ളണമെന്ന് നിർബന്ധമില്ല. നമ്മൾ ശരിക്കും പേടിക്കേണ്ടത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള മനുഷ്യരെ തന്നെയാണ്. AI എന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. അത് തെറ്റായ ആളുകളുടെ കയ്യിൽ കിട്ടിയാൽ ഏത് മോശമായ കാര്യത്തിനും അത് ഉപയോഗിക്കാൻ കഴിയും. ആ ഒരു റിസ്ക് AI-യുടെ കാര്യത്തിലുണ്ട്. പക്ഷേ മറ്റേതൊരു ടെക്നോളജിയുടെ കാര്യത്തിലും ഈ ഒരു റിസ്ക് ഉണ്ടാവും. AI-നെ കുറിച്ചുള്ള അടുത്ത പേടി എന്ന് പറയുന്നത് അത് ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടുത്തും എന്നുള്ളതാണ്. പക്ഷേ ഇത്തരം ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് പണ്ടും ഒരുപാട് തവണ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതിയും യന്ത്രങ്ങളും വന്നപ്പോൾ ഇതേ ഭീതി ഉണ്ടായിരുന്നു. കമ്പ്യൂട്ടറുകൾ വന്നപ്പോഴും ഇതേ ഭീതി ഉണ്ടായിരുന്നു. പക്ഷേ അന്നൊക്കെ മനുഷ്യരാശി അതിനോടൊക്കെ അഡാപ്റ്റ് ചെയ്തു. അത് തന്നെ AI-യുടെ കാര്യത്തിലും സംഭവിക്കും എന്നാണ് പല വിദഗ്ധരുടെയും അഭിപ്രായം. AI നേരിട്ട് ആരുടെയും ജോലി കളയാൻ സാധ്യതയില്ല. പക്ഷേ AI-യുടെ സഹായം എടുത്തുകൊണ്ട് കൂടുതൽ നന്നായി ജോലി ചെയ്യാൻ പഠിച്ച ആളുകൾ മറ്റുള്ളവരുടെ അവസരം കളയാൻ സാധ്യതയുണ്ട്. അവിടെയാണ് സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നത്. ഈ ഒരു വീഡിയോ വഴി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്കും ഷെയറും ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. ഓർക്കുക, ഒരറിവും ചെറുതല്ല. അറിഞ്ഞിട്ടിപ്പോൾ എന്താ ഗുണം എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക്